വയനാട് ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ വയനാടായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് കൽപ്പറ്റ സ്വദേശി ജാസിർ തുർക്കി. എങ്ങനെ കാണുന്ന ഈ അവസരത്തെ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. 2 വർഷങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ജന്മനാട്ടിൽ സ്വന്തം കാണികൾക്ക് മുന്നിലുള്ള ആദ്യത്തെ ചാമ്പ്യൻഷിപ്പാണ്. അപ്പം കൽപ്പറ്റക്കാർ തന്ന പിന്തുണക്കും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. 2 വർഷങ്ങൾക്ക് ഒരുപാട് സർജറി കഴിഞ്ഞ് റിക്കവറി ആയി 2 വർഷങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ചാമ്പ്യൻഷിപ്പാണ്. ഒരുപാട് സന്തോഷം. സർജറിക്ക് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിലയിൽ എത്തിപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു? സർജറിക്ക് ശേഷം ആക്ച്വലി എനിക്ക് ബോഡി ബിൽഡിംഗ് എന്ന ഗെയിം തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലുണ്ടായിരുന്നത്. അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവറായി ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ഇൻറ്റൻഷൻ. പക്ഷേ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുക, അതിനോട് ടൈറ്റിൽ അടിക്കുക എന്ന് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എനിക്ക് ഇമോഷണലാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. വളരെയധികം സന്തോഷം. കൽപ്പറ്റക്കാർക്ക് തന്ന പിന്തുണക്കും സഹായത്തിനും സഹകരണത്തിനും നന്ദി. എൻ്റെ ഹോസ്പിറ്റലിനെതിരായിട്ടുള്ള ലീഗൽ എന്താ പറയുക കേസുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇനി മേലിൽ ഒരാൾക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കണം എന്നുള്ളത് വളരെയധികം നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അവസാന നിമിഷം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും. ഹോസ്പിറ്റലിനെതിരെ അവസാന നിമിഷം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും. അതിൽ യാതൊരു തർക്കമില്ല. ഇതിനു മുമ്പ് താങ്കൾ പല ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിലും പങ്കെടുത്തിരുന്നല്ലോ. എന്തെല്ലാം പുരസ്കാരങ്ങളാണ് താങ്കൾക്ക്? ആക്ച്വലി ഇത് എൻ്റെ 4ാമത്തെ മിസ്റ്റർ വയനാട് ടൈറ്റിലാണ്. ഇത് 6ാമത്തെ കോമ്പറ്റീഷൻ ആണ്. 4ാമത്തെ മിസ്റ്റർ വയനാട് ടൈറ്റിലാണ്. മിസ്റ്റർ കേരള റണ്ണറപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ 2 നാഷണൽ മിസ്റ്റർ ഇന്ത്യ 2022 2023 ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ബോഡി ബിൽഡിംഗ് മേഖലയിലെ നേട്ടങ്ങൾ. ഇനിയും കൂടുതൽ നേട്ടങ്ങൾ ഫ്യൂച്ചറിൽ സംഭവിക്കുമെന്ന് തന്നെ കരുതാം.